عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة المتقين وعلى آله وصحبه أجمعين. أما بعد. അനുഗ്രഹീതമായ ഈദുൽ ഫിത്തറിന്റെ സന്തോഷകരമായ പ്രഭാതത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ സന്ദർഭത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അഅ്മാൽ. പരിശുദ്ധമായ ഈദുൽ ഫിത്തർ ദിനം സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദിവസമാണ്. പരിശുദ്ധമായ റമദാനിലെ നോമ്പും തറാവീഹും മറ്റു ഇബാദത്തുകളും വിജയകരമായി പൂർത്തിയായതിൻ്റെ സന്തോഷമാണ് ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷം എന്നുള്ളത്. ഈദ് എന്നാൽ അനുഗ്രഹം. റമദാനിലൂടെ അല്ലാഹുവിൻ്റെ പൊരുത്തം നേടിയവർക്ക് പടച്ച തമ്പുരാൻ പ്രതിഫലം വിതരണം ചെയ്യുന്ന ദിവസമാണ് ഈദുൽ ഫിത്തർ. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിന് യൗമുൽ ജായിസ, സമ്മാനം വിതരണം ചെയ്യുന്ന ദിവസം എന്ന് കൂടി പറയാറുണ്ട്. ഈദുൽ ഫിത്തറിന്റെ പ്രഭാതൻ മഹാന്മാരായ മലക്കുകൾ പോലും അത്ഭുതപ്പെടുന്ന പ്രഭാതമാണ്. കാരണം റമദാൻ വിജയകരമായി പൂർത്തിയാക്കി വിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല മലക്കുകളോട് വലിയൊരു പ്രഖ്യാപനം നടത്തും. അതാണ് മലക്കുകൾ അത്ഭുതപ്പെടുത്തുന്നത്. വിശ്വാസികളെ ചൂണ്ടി അല്ലാഹു പറയും, വഇസ്സതി ലാ ഉഖ്രികും വലാ ഉഫ്ദിഹുകും. വഇസ്സതി, എൻ്റെ അന്തസ്, എൻ്റെ അഭിമാനം, എൻ്റെ ആഭിജാത്യം ഇത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ലാ ഉഖ്രികും. പരിശുദ്ധ റമദാനിൽ 30 ദിവസം വിദാനുഷ്ഠാനം നടത്തി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഫിത്ർ സകാത്ത് നൽകി അവരുടെ ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഈദുൽ ഫിത്തറിന് വേണ്ടി പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കാരവും ഖുതുബയും നിർവഹിക്കുന്നതായ വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നു, ലാ ഉഖ്രികും, ഞാൻ നിങ്ങളെ നിന്നതയിലാക്കൂല, വലാ ഉഫ്ദിയകും, നിങ്ങൾക്ക് അപമാനം വരുത്തൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നു, ഇൻസറഫൂ, ഈ പരിശുദ്ധ റമദാനും പെരുന്നാൾ നമസ്കാരവും ഖുതുബയും ഒക്കെയും കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകണേ. മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പാപമോചനമുണ്ട്. ഖദ് അർദതുമൂനി, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടു. വറദീതു അൻകും, ഞാൻ നിങ്ങളെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടെ അന്തസ്സോടെ ആ വിചാരം നിലനിർത്തിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് പറയുമെന്ന ആ സമയത്ത് മലക്കുകൾ വല്ലാതെ സന്തോഷിക്കും. ഇതാണ് മലക്കുകളെ കോരിത്തരിപ്പിക്കുന്ന സംഗതി. അല്ലാഹു അക്കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മാസം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്തപ്പോ, നമ്മുടെ വിലപ്പെട്ട സമയം അല്ലാഹുവിന് വേണ്ടി നൽകിയപ്പോ, നമ്മുടെ വിലപ്പെട്ട സമ്പാദ്യം അല്ലാഹുവിന് വേണ്ടി നൽകിയപ്പോ, നമ്മുടെ വിലപ്പെട്ട സന്ദർഭങ്ങൾ അല്ലാഹുവിന് വേണ്ടി നൽകിയപ്പോ, നമ്മളുടെ പ്രിയപ്പെട്ട കുടുംബത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സന്നിധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ഈ സമയത്ത് ഈ ഒരു ചൈതന്യം എല്ലാ മാസവും നിലനിർത്തുന്ന നമുക്ക് റബ്ബ് എന്ത് പരീക്ഷണമാണ് നൽകുക, എന്ത് ബുദ്ധിമുട്ടാണ് നൽകുക, എല്ലാം റബ്ബ് എളുപ്പമാക്കി തരും. നമുക്കറിയാം, ഈ റമദാൻ വന്നിട്ട് നമ്മൾ ഒരുപാട് സമയം അല്ലാഹുവിന് വേണ്ടി ചിലവഴിച്ചു, ഒരുപാട് സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചിലവഴിച്ചു. നമ്മുടെ സന്ദർഭോചിതമായ ഇടപെടലുകൾ മുഴുവനും അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചു. നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു, പ്രവർത്തനങ്ങളെ സൂക്ഷിച്ചു, മറ്റുള്ള അമാലുകൾ സൂക്ഷിച്ചു, നമ്മുടെ കുടുംബവും മറ്റുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി നമുക്ക് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ടില്ലേ? എന്തിനെങ്കിലും ഒരു പ്രയാസി പരിശുദ്ധ റമദാൻ നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ പേരിലോ, മക്കളുടെ പഠനത്തിന്റെ പേരിലോ, മറ്റു ശാരീരികമായ പ്രശ്നം കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്നും നമുക്ക് നഷ്ടപ്പെടൂല. അല്ലാഹുവിന്റെ മാർഗത്തേക്ക് നമ്മൾ ലയിച്ചു ചേരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കും.
ആ ഒരു സംഗതിയാണ് നമ്മൾ മുൻകഴിഞ്ഞതായ മഹത്വങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളോട് ഉണർത്താനുള്ളത്, നമ്മളെല്ലാവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോ നമ്മുടെ വീടിന്റെ അയൽപക്കങ്ങളിൽ മറ്റുള്ള മതസ്ഥരുണ്ടാകും, ഹൈന്ദവരുണ്ടാകും, ക്രിസ്ത്യനുണ്ടാകും, മറ്റുള്ള മതങ്ങളുണ്ടാകും. അവരെ കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ വീട്ടിലെ ആഘോഷം അവരെ ക്ഷണിക്കണം. നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ നമ്മളെ കൂർത്ത് ഇണപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. കേവലം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ വിരുന്നു പോകും, എളാപ്പാന്റെ വീട്ടിൽ പോകും, മൂത്താപ്പാന്റെ വീട്ടിൽ പോകും, എല്ലാവരുടെ വീട്ടിലും പോകുന്നുണ്ട്. പക്ഷേ കുടുംബബന്ധം ചേർക്കേണ്ട ആ മൂത്താപ്പയോടൊരു സലാം പറയാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മളെ വീട്ടിലുള്ളതായ നമ്മുടെ കസിൻസിനോട്, അതല്ലെങ്കിൽ നമ്മുടെ പ്രായക്കാരോട് സംവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുന്നു. കുടുംബ ബന്ധമാണ് പുലർത്തേണ്ടത്. പലപ്പോഴും ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരനോ മക്കളൊക്കെയും ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ കുടുംബം നമ്മുടെ വാപ്പാന്റെ സ്ഥാനത്താണ് നമ്മുടെ മൂത്താപ്പ, നമ്മുടെ വാപ്പാന്റെ സ്ഥാനത്താണ് നമ്മുടെ എളാപ്പ, നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താണ് നമ്മുടെ ഉമ്മയുടെ സഹോദരിയായ എളാമ. ഇവരോടൊന്നും ഇടപഴകാതെ അവിടെ നമുക്ക് കാണാൻ നിഷിദ്ധമായ നമ്മുടെ കസിൻസ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എളാപ്പാന്റെ കൂടി നമ്മുടെ പെങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ മഹറമല്ല. അവരോട് ഇടകരാനും അവരോട് കുശലങ്ങൾ പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയപ്പോ അല്ലാഹു നമുക്ക് സുന്നത്താക്കി തന്നതായ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കാരണനുണ്ടെങ്കിൽ, ഒരു വല്യപ്പയുണ്ടെങ്കിൽ, ആ വല്യപ്പയുടെ ചെന്നിരുന്നു കൊണ്ട് സലാം പറഞ്ഞിട്ട്, നമുക്കറിയാം പ്രായമായ ആളുകൾ നമ്മളോട് സംസാരിച്ചു തുടങ്ങിയാൽ അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അത് നമുക്ക് കേട്ടത് കൊണ്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല. പക്ഷേ അവർ നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുക, അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് ചികിത്സക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് നമ്മുടെ കുടുംബത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഇതരവസ്ഥയോട് വളരെ സൗഹാർദ്ദത്തോട് പെരുമാറുക, അവരെ നമ്മുടെ ആഘോഷത്തിലേക്ക് പങ്കെടുപ്പിക്കുക. ഇങ്ങനെ പരിശുദ്ധ റമദാനിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അയൽപക്കങ്ങളുമൊക്കെയും സ്നേഹത്തോടെ പെരുമാറാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിക്കാട്ടിൽ അന്തവിശ്വാസം കൊള്ളുന്നുണ്ട്. ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. അവരുടെ ഖബറിൽ ചെന്നുകൊണ്ടൊരു സലാം പറയാൻ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാൻ, അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്യാൻ, ഇതൊക്കെയും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിക്കാട്ടിൽ ഇരിക്കുകയാണ്. അതാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം നമുക്ക് അനുവദിച്ചതായ ആഘോഷങ്ങൾ അതൊക്കെ തന്നെയാണ്. അല്ലാതെ പാട്ടും കൂട്ടും മന്ദളവും പടക്കം പൊട്ടിച്ചും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവരുത്. നമ്മളുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. വഅതീഉല്ലാഹ വറസൂലഹു ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിനെ വഴിപ്പെടുക, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക, എന്നാൽ നിങ്ങൾക്ക് ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണയുണ്ട്, നിങ്ങൾക്ക് കാരുണ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പൂർവികരായ പണ്ഡിത മഹത്തുക്കൾ അങ്ങനെയാണ് നമ്മുടെ ദീനെ വളർത്തിയത്. ഈ കൊച്ചു കേരളത്തിലാണല്ലോ ഇന്ത്യ രാജ്യ ഇസ്ലാമിന്റെ പ്രവേശനം എന്ന് പറയുന്നത്. മാലികുദിനാർ സംഘവും കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുമ്പോ ഇവിടെ മുസ്ലിമീങ്ങളില്ല. നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നത്, താമസൗകര്യം ചെയ്തു തന്നത് ഇവിടെയുള്ള മറ്റുള്ള മതസ്ഥരാണ്. ക്രൈസ്തരും അതുപോലെ തന്നെ അഹിന്ദരായ സുഹൃത്തുക്കളാണ്. അവർക്ക് വേണ്ടതായ താമസസൗകര്യം ചെയ്തു കൊടുത്തു, കച്ചവടം ചെയ്യാനുള്ളതായ സാഹചര്യം കൊടുത്തു, അവർ വിവാഹം ചെയ്യാനുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, വിവാഹത്തെടുക്കാൻ പള്ളികൾ നിർമ്മിക്കാൻ സ്ഥലങ്ങൾ കൊടുത്തു, സമ്പാദ്യങ്ങൾ കൊടുത്തു. ഇതൊക്കെയും അവർ അന്ന് കൊടുക്കാനുണ്ടായത് അവരുടെ ചൈതന്യമായിരുന്നു, അവരുടെ പെരുമാറ്റമായിരുന്നു, അവർക്ക് കാണിച്ചു കൊടുത്തതായ മാതൃകയായിരുന്നു. എല്ലാവരോടും സഹിഷ്ണുതയോടെ പെരുമാറാൻ അന്നത്തെ സൂഫി വര്യന്മാർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ എല്ലാ നാനാജാതി മതങ്ങളും അജ്മീറിലേക്ക് പോകും. അവിടെ എല്ലാ മതക്കാരും വരുന്നുണ്ട്. അതുപോലെ തന്നെ മമ്പറും തങ്ങള് അവരുടെ അടുത്ത് എല്ലാ മതങ്ങളും പോകും. അതുപോലെ നാഗൂര് ഷേഖ് ഇങ്ങനെ തുടങ്ങിയതായ സൂഫി വര്യന്മാര് മുഴുവനും അവരുടെ ജീവിതകാലത്ത് ചെയ്ത് കാണിച്ചു കൊടുത്ത ആ ഒരു സഹിഷ്ണുത, അത് കണ്ടുകൊണ്ടാണ് ഇന്നും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടേക്ക് ബർത്ത് നൽകുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം വീടിന്റെ അടുത്തുള്ള അയൽവാസി പോലും നമ്മളെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ
വേണ്ട, നമ്മുടെ സ്വന്തം മക്കൾക്ക് എൻ്റെ റോൾ മോഡൽ എൻ്റെ പിതാവാണെന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ റോൾ മോഡൽ സുഹൃത്താണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ആ രീതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമുക്ക് ഒരുപാട് ഓഫറുകൾ നൽകിയിട്ട് പോലും ആയുസ് കുറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ കൂടുതൽ ഇബാദത്തുമായി ധന്യപ്പെടാൻ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളുകളാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ മറ്റുള്ള പ്രവാചകന്മാരുടെ സമുദായത്തെക്കാൾ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയതായ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമ്മൾ സാധ്യമായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ മറന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾ വഴിപിടിച്ചു പോകുന്നത്, നമ്മുടെ നാട് വഴിപിടിച്ചു പോകുന്നത്, നമ്മുടെ നാട് ലഹരിക്കടിമപ്പെട്ടു പോകുന്നത്, മയക്കുമരുന്നിനും കഞ്ചാവിനും എൻഡിഎഫിനും തുടങ്ങിയതായ ഇങ്ങനെ തുടങ്ങി നമ്മളുമായി കേട്ടതും കേൾക്കാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ പല ദുശ്ശീലങ്ങളും നമ്മുടെ മക്കളിലേക്ക് എത്തുന്നത് അവർക്ക് മാതൃകയാക്കാൻ ഒരാളില്ല എന്നതുകൊണ്ടാണ്. വാപ്പാനെ മാതൃകയാക്കാൻ പറ്റുമോ? കാരണം എന്താ? ചെറുപ്പം മുതലേ വാപ്പ വലിക്കുന്ന ബീഡിയുടെ ശ്വസനം ശ്രദ്ധിച്ചുകൊണ്ടാണ് മോൻ വളർന്നിട്ടുള്ളത്. ഉമ്മയെ മാതൃകയാക്കാൻ പറ്റുമോ? വാപ്പയുടെയും ഉമ്മയും കലഹം കേട്ടിട്ട് ആ മകൻ വളർന്നിട്ടുള്ളത്. കൂട്ടുകാരെ മാതൃകയാക്കാൻ പറ്റുമോ? അയൽവാസി മാതൃകയാക്കാൻ പറ്റുമോ? നാട്ടിലെ ഒരാളെയെങ്കിലും മാതൃകയാക്കാൻ നമ്മുടെ മക്കൾക്കുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈദുൽ ഫിത്റിന്റെ ഈ ദിനത്തിൽ നിങ്ങളോട് വളർത്താനുള്ളത് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാവണം, എല്ലാവർക്കും മാതൃകയാകണം. നമ്മളുടെ മുൻകഴിഞ്ഞു പോയതായ പണ്ഡിതന്മാർ, അതുപോലെ സലഫുസ് സ്വാലിഹീങ്ങൾ, സൂഫി വര്യന്മാർ കാണിച്ചെന്ന വഴിയിലൂടെ അതേപോലെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിലും നമ്മളടുത്തൊരു പിഴവുണ്ടെങ്കിൽ, ഒരു തെറ്റുണ്ടെങ്കിൽ, ഒരു കുറ്റമുണ്ടെങ്കിൽ അത് മറ്റൊരാൾ മാതൃകയാക്കുന്ന രീതിയിലേക്കാവരുത്. അല്ലാഹു നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തരും. പക്ഷേ നമ്മൾ കാരണം ഒരാൾ തെറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗൗരവമാണ്. ഹാബീലിനെ കൊന്ന ചരിത്രം നമുക്കൊക്കെയും അറിയാം. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഈ നടക്കുന്ന ഓരോ കൊലപാതകത്തിന്റെയും ഒരു അംശം അവിടേക്ക് പോകുന്നുണ്ടെന്നാ. അപ്പൊ നമ്മൾ കാരണങ്ങാൻ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട് വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, ലഹരിക്കടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കള്ളിലും കഞ്ചാവിനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, പെണ്ണുപിടിയിലും മറ്റുള്ള ദുശീലങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിന്റെ കുറ്റക്കാർ. ഇന്നത്തെ തലമുറ, ഓരോ തലമുറകളും മാറി മാറി വരുമ്പോ അതിനൊക്കെയും വിഭിന്നമായിക്കൊണ്ട് കൂടുതൽ ദുശീലങ്ങളിലേക്കാണ് പോവുക. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുത്താൽ, അവർ ആ വഴിയിലൂടെ നടക്കാൻ സന്നദ്ധയായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ഗുണമാണ്, നമ്മുടെ വീടിന് ഗുണമാണ്, മാതാപിതാക്കൾ ഗുണമാണ്, ദീനിന് ഗുണമാണ്. ആ രീതിയിലേക്കായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും അല്ലാഹു നമുക്ക് ഇതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഫലസ്തീനിലെ സുഹൃത്തുക്കൾ, പിഞ്ചുമക്കൾ അല്ലാതെ കഷ്ടപ്പാടിലാണ്. അവർക്കും പെരുന്നാളുണ്ട്, അവർക്കും ഈദുൽ ഫിത്റുണ്ട്, അവർക്കും നോമ്പുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ദാഹിച്ച് വലഞ്ഞുകൊണ്ട് വസ്ത്രമില്ലാതെ, നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ, ബോംബിന്റെയും വെടിയുടച്ചയുടെയും കീഴിൽ മരണം പിടിച്ചു കിടക്കുന്നതായ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലാഹു ക്ഷമിക്കാതെ കഴിവ് നൽകട്ടെ. വഫാത്തായവർക്ക് ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് താങ്ങാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫലസ്തീന്റെ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരമൊരു ദുരിതം നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളൊക്കെയും പരിശ്രമിക്കണം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ നീട്ടി പരത്തിക്കൊണ്ട് പറയുകയും പോവുകയും നീട്ടി പരത്തി എന്റെ സംസാരം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഉണർത്താനുള്ളത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞ കാലമാണെങ്കിലും നിങ്ങളോടൊക്കെ സഹവസിക്കുവാനും ഇവിടെ ദീനി പ്രബോധന മേഖലയിൽ ജോലി ചെയ്യുവാനും നമുക്കറിയാവുന്ന അറിവുകൾ നമ്മുടെ മക്കൾക്കും അതുപോലെ മുമ്പിലിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനും സമുദായത്തിനും മഹല നിവാസമൊക്കെയും പറഞ്ഞു കൊടുക്കാനും ഒക്കെ അള്ളാഹു ഒരു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, ശുക്രൻ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ മുഖ്യം സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പെരുന്നാൾ നമസ്കാരത്തോടുകൂടി താൽക്കാലികമായി നിങ്ങളുടെ നാടിനോടും ഞങ്ങളോടും വിട പറയുകയാണ്. റബ്ബിന്റെ ഖദറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു അവസരത്തിൽ നമുക്ക് ഒരുമിക്കാം. അല്ലാഹു നമുക്ക് ഇതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ കുറഞ്ഞ കാലയളവിൽ ആർക്കെങ്കിലും വേദനയാകുന്ന, ആർക്കെങ്കിലും പ്രയാസം വരുന്ന, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന, ആരെയും വേദനിപ്പിക്കണമെന്നോ
ആരെയും അപകീർത്തിപ്പെടുത്തണമെന്നോ ആരെയും കുറ്റപ്പെടുത്തണമെന്നോ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളൊക്കെ നല്ല ഭാവിക്ക് വേണ്ടിയേ എന്നിൽ എത്ര പിഴവുകളുണ്ടെങ്കിലും അതൊക്കെ ഈ മറച്ചു വെച്ച് മഹലിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും മനുഷ്യ സഹജമാണല്ലോ, അപാകത വന്നിട്ടുണ്ടായേക്കാം. അതൊക്കെയും നിങ്ങൾ എല്ലാവരും മാപ്പ് നൽകി പൊരുത്തപ്പെട്ട് നൽകണം. പല ആളുകളും ചോദിക്കുന്നു, എന്താ അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പോക്ക് എന്നുള്ളത്. അതിനൊരൊറ്റ മറികളുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി ഖദർ അവസാനിച്ചു. നമ്മൾ ഓരോ നാട്ടിലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ലൈലത്തുൽ ബറാഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. ഏതൊക്കെ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്, ഏതൊക്കെ ജനങ്ങളെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത്, ഏതൊക്കെ പള്ളികളിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, ഏതൊക്കെ വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ ഖദർ അവസാനിച്ചു എന്നുള്ളതാണ് അതിനൊക്കെയുള്ള മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ നേടിയെടുത്തത് ഈ ചൈതന്യം ഒരിക്കലും അണപൊട്ടിയൊഴുകാതെ നമ്മുടെ ജീവിതത്തിലുടനീളം അത് ആ ചൈതന്യം നിലനിർത്താൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ജമാഅത്തിനൊക്കെ പള്ളിയിൽ വരണം. നമ്മൾ ജനങ്ങളെ സഹായിച്ചതുപോലെ, നമ്മൾ ജനങ്ങളോട് കരുണ കാണിച്ചതുപോലെ ഇനിയും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാവണം. നമ്മൾ കാരണം ഒരാളെങ്കിലും നേർവഴിയിലേക്ക് നടക്കാൻ സാധ്യമായ അതാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരുടെയും കുറ്റവും ചുക്കിച്ചു അന്വേഷിക്കണ്ട. ഭാവന നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ഇത്രയും കാലം കാണുന്നത് പോലെ ആയിരിക്കില്ല ഓരോരുത്തരും ജീവിത ശൈലി എന്നുള്ളത്. അതുകൊണ്ട് ഭാവിച്ചുകൊണ്ട് പെരുമാറാൻ നിങ്ങളൊന്ന് ശ്രമിക്കരുത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇയ്യാകും വദന്ന, നിങ്ങൾ ഭാവനയെ സൂക്ഷിക്കണം, ഊഹാപോഹങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഊഹാപോഹങ്ങൾ എന്നുള്ളത് ഏറ്റവും പിഴച്ച സംസാരത്തിൽപ്പെട്ട ഒന്നാണ്. വലാ തഹസ്സസു വലാ തജസ്സസു, നിങ്ങൾ പരസ്പരം ചുക്കിച്ചുവിന് അന്വേഷിക്കുകയോ ചാരപ്പണി നടത്തുകയോ ചെയ്യരുത്. പല ആളുകൾ പല കുറവുകളുണ്ടാകും. അതൊക്കെ ചുക്കിച്ചുവിന് അന്വേഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഹബീബായ നബി തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. വലാ തനാഫസു വലാ തഹാസദു, നിങ്ങൾ പരസ്പരം ദീനിന്റെ വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്. പരസ്പരം അന്യോന്യം അസൂയ വെക്കരുത്. വലാ തബാഗുദു, പരസ്പരം ദേഷ്യം ശത്രുത വെക്കരുത്. വലാ തദാബറു, പരസ്പരം അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങൾ, പിന്തിരിപ്പൻ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം വഖാനു ഇബാദുല്ലാഹി ഖവാന, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന സഹോദരന്മാരാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപനം എന്നും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. ഒരാളുടെ അഭിമാനത്തിന് ശതം വരുത്തുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്നുണ്ടാകരുത്. നമുക്ക് ഒരാളെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പറഞ്ഞാൽ, എൻ്റെ ഒരു പിഴവുണ്ടെങ്കിൽ തിരുത്തേണ്ട ആൾ ഞാനല്ലേ, അത് ഇന്നോടല്ല പറയേണ്ടത്, ഇന്നൊക്കെ തിരുത്താൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും നമ്മൾ ആ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ വ്യക്തികൾക്കിടയിൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ കുറഞ്ഞു പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകും. അതൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരോടും ഉണർത്താനുള്ളത്, നമ്മുടെ പള്ളി ഇത്ര വലിയ മനോഹരമായ രീതിയിൽ കാർപ്പറ്റൊക്കെ വിരിച്ച് ശീതീകരിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് ഉള്ളത്. ജമാഅത്ത് കൃത്യമായി നിർവഹിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകും. ജമാഅത്ത് ഒരിക്കലും കഴിവിൻ്റെ പരമാവധി, നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്, പള്ളിയിൽ ജമാഅത്തിന് എപ്പോൾ കിട്ടോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ജമാഅത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സഫിൽ, ഒന്നാമത്തെ സഫിൽ ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മഹ്മൂമാണ് ഏറ്റവും നല്ല ആവിലി എന്ന് പറയുന്നത്. ബാങ്കൊടുത്ത് നമ്മളൊക്കെ അറിയാം, ബാങ്കൊടുത്ത് ഉസ്താദെപ്പോഴാ റൂമിൽ വരിക, ഇഖാമത്ത് കൊടുക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് റൂമിൽ നിന്ന് വന്ന് 2 റക്അത്ത് കുറച്ച് ചെറിയ രൂപത്തിൽ തഹയ്യത്ത് നിസ്കരിക്കാൻ രൂപമാകുമ്പോൾ ഉസ്താദ് റൂമിൽ നിന്ന് വരിക. എന്തിനാ ഉസ്താദ് ഇത്രയും പിന്തി വരുന്നത്? നമുക്കറിയാം, ഒരു സദസ്സിൽ അവസാനമായി വരേണ്ട ആരാ? പള്ളി ഉസ്താദാണ്. പള്ളിക്ക് ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ പള്ളിയിൽ വന്നിട്ട് എഴുത്തിക്കാലത്ത് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് നഷ്ടം ലഭിക്കുന്നുണ്ട്. അത് ഉസ്താദ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഉസ്താദ്മാർ ഞങ്ങളെ പഠിപ്പിച്ചതാണ്, ജമാഅത്തിന് റമദാൻ ഒഴിച്ച് മറ്റുള്ള ജമാഅത്തിനൊക്കെയും ഇഖാമത്ത് കൊടുക്കുന്നതിന് 2-3 മിനിറ്റ് പള്ളിയിൽ കയറിയിട്ട് ചെറിയ രൂപത്തിൽ തഹീദ് നിസ്കരിക്കാനുള്ള സമയം, അത്രയും സമയം മഅ്മൂമിനുള്ളതായ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാൽ നമ്മൾ ഏതൊരു സന്ദർഭത്തിന്റെയും ഇപ്പൊ നമ്മളൊരു ക്ലാസ് ഒരു മദ്രസയിൽ ക്ലാസ് നടക്കാൻ, അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് നടക്കാൻ, ഒരു കോളേജ് ക്ലാസ് നടക്കാൻ, ആ ക്ലാസ്സിലേക്ക് അവസാനം വരേണ്ട ആളാരാ? ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. ഒരു നിക്കാഹ് നടക്കുമ്പോൾ ആ നിക്കാഹിന്റെ ദിവസത്തിലേക്ക് അവസാനം വരേണ്ട ആളാരാ? ആ നിക്കാഹിന് വേണ്ടി തയ്യാറായ പുതുമാരനാണ്. നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് നടക്കുകയാണ്. പുതിയാപ്പിളായ തന്നെ വന്നങ്ങാണ്ട് എന്ത് ചെയ്യുക? ആ സ്റ്റേജിൽ വരുന്ന ഇരിക്കുകയാണ്. പള്ളിക്കത്തെ മോളേരി നാട്ടുകാരി പെണ്ണിന്റെ ബാപ്പാനെ കാത്തുനിന്ന് ഇരിക്കുക. എന്തൊരു വർത്തനമായ പ്രവർത്തനമാണത്. മരിച്ച വീട്ടിൽ ചെല്ലുകയാണ്. മയ്യത്തിനെ കുളിപ്പിച്ചുകൊണ്ട് ആയതിനെ പുറത്തുനിന്ന് കസാലിലൊക്കെ എന്തിനു മയ്യത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിന്? മയ്യത്തിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഉസ്താദിനെയും നാട്ടുകാരെയും പ്രതീക്ഷിച്ചിട്ട്. അതല്ലല്ലോ അതിന്റെ ശൈലി. നമ്മളെല്ലാവരും അവിടെ എത്തി, അങ്ങനെ അവർക്ക് വേണ്ടി യാസീൻ ഓതി അവസാനം മയ്യത്ത് കൊണ്ടുപോകുന്ന സമയമാകുമ്പോൾ മയ്യത്തിന് അവസാനം പുറത്തേക്ക് ഇറക്കുക. ഓരോ ഉന്നതിയാക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം കാണുന്നതാണ് ദീനി എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അതായിരിക്കാം നമ്മളൊക്കെ പലതിനെയും പ്രേരിപ്പിക്കുന്നതും മറ്റുള്ളവരോട് നമ്മളെ കുറിച്ച് ഇല്ലാത്തവർ ഉണ്ടാക്കി പറയുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 11ാമത്തെ വയസ്സ് ദർസ് പോയതാണ്. ഇന്നേ വരെ തലത്തിൽ ഞാൻ മുടങ്ങിയിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവം തലത്തിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉസ്താദുമാർ അവരുടെ ജീവിതത്തിന്റെ ഉടനീളം പള്ളിയിൽ ജീവിക്കുന്നവരാണ്. ആ ഉസ്താദുമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായി നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ നൽകുവാനാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഒക്കെയും അറിയാം, അവർക്കും ഒരു യൗവനം ഉണ്ടായിരുന്നു, ഒരു യുവത്വം ഉണ്ടായിരുന്നു. കളിച്ചും ഉല്ലസിച്ചും ടൂറുപോയും ആസ്വദിക്കേണ്ട ആ സമയം അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് വീട്ടിലെ പട്ടിണി കൊണ്ടായിരിക്കാം, മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർ വഴി തെരഞ്ഞെടുത്തത് നമ്മുടെ ആട്ടും തുപ്പും കേൾക്കാനല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായി ആയുസ് കഴിവിന്റെ പരമാവധി റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെ രഹസ്യമായി പരസ്യമായി വലുതോ ചെറുതുമായോ എന്തോ തെറ്റ് നമ്മൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയിൽ റമദാനിൽ 5 വക്തിലും ഏസൊക്കെ ഇട്ട് വളരെയധികം മനോഹരമായ രീതിയിലൊക്കെ ജമാഅത്തിൽ പിഞ്ചു മക്കളടക്കം പങ്കെടുത്തുകൊണ്ട് വളരെ രീതിയിൽ തന്നെ ജമാഅത്തും നമസ്കാരവും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട്. അള്ളാഹു നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരൻ നമ്മുടെ ഈ പള്ളിയിൽ ഈ മാസത്തെ കറണ്ട് ബില്ല് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ മക്കളിൽ, ബിസിനസ്സിൽ എല്ലാം അള്ളാഹു ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ ചെയ്ത് സന്തോഷത്തോടുകൂടി നമുക്ക് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വീണ്ടും ഉണർത്താൻ നിങ്ങളൊക്കെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉൾപ്പെടുത്താൻ 5 വക്തിൽ ഞാൻ ദുആ ചെയ്തു. അല്ലാഹു മൻസൂർന മൻസൂർ മൻ നസറന, പഠിച്ചാനിക്ക് സഹായിക്കണം, ഞങ്ങളെ സഹായിച്ചാരൊക്കെ ഓലൊക്കെ സഹായിക്കണം എന്നുള്ള ഈ പ്രാർത്ഥന ദുആ ചെയ്യാത്ത ഒരു വക്ത് അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിച്ചവരെ സഹായിച്ച് ഭക്ഷണം പാചകം, അതുപോലെ തന്നെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, അവർ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെയും അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ-ഫാത്തിഹ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله അർഹമുർറഹീമായ മാലികുൽ മുലൂക്കായ രാജാതിരാജനായ റഹ്മാനേ അല്ലാഹുവേ നിന്റെ പ്രഭാതത്തിൽ നിന്റെ ഭവനത്തിലെ ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി ഞങ്ങൾ സംഗമിച്ച ഈദ്ഗാഹിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തക്ബീർ ധ്വനികളെ നീ സ്വീകരിക്കണം അല്ലാഹ് റഹ്മാനേ ജമാഅത്തായി നിസ്കരിച്ച പെരുന്നാൾ നമസ്കാരത്തെ സ്വീകരിക്കണം അല്ലാഹ് ഖുത്ബയും നസീഹത്തും സ്വീകരിക്കണം അല്ലാഹ് ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി ഞങ്ങൾ ഈ പള്ളിയിലെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നീ സ്വീകരിക്കണം അല്ലാഹ് നാളെ ആഖിറത്തിൽ വിജയപടത്തിൽ ഉൾപ്പെടാൻ ഈ ഒരു മജ്ലിസ് നീ കബൂൽ ചെയ്യണം അല്ലാഹ് മീസാൻ കനന്തോങ്ങുന്ന നന്മയുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ് റഹ്മാനേ പരിശുദ്ധ റമളാനെ നേടിയെടുത്തതായ ഈ വ്രതശുദ്ധി വീണ്ടും ഞങ്ങളുടെ ജീവനിൽ നിർത്താനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ് റഹ്മാനേ അറിഞ്ഞോ അറിയാതെ രഹസ്യമായി പരസ്യമായി വലുതും ചെറുതുമായി ഞങ്ങളുടെ ജീവിതത്തിലുടനീളം സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് നൽകണം അല്ലാഹ് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് അല്ലാഹുവേ പരിശുദ്ധ റമളാൻ ഞങ്ങൾ ഒരുപാട് ഖത്മുകൾ തീർത്തിട്ടുണ്ട് സ്വീകരിക്കണം അല്ലാഹ് ഒരുപാട് സമയം ഇഅ്തികാഫിരുന്നിട്ടുണ്ട് സ്വീകരിക്കണം അല്ലാഹ് ഒരുപാട് സദഖകൾ നൽകിയിട്ടുണ്ട് സ്വീകരിക്കണം അല്ലാഹ് നൽകിയ സകാത്തുകളെ നീ സ്വീകരിക്കണം അല്ലാഹ് അതുപോലെ ഒരുപാട് പാപങ്ങളെ സഹായിച്ചിട്ടുണ്ട് അല്ലാഹ് രോഗികളെ സഹായിച്ചിട്ടുണ്ട് അല്ലാഹ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അല്ലാഹ് എല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് അടുത്ത റമളാൻ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ ആയുസ് നൽകണം അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ് ഒരുപാട് കാലം ആഫിയത്തോട് കൂടി ദീനിന്റെ ഖിദ്മത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് മരണം ആസന്നമാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് ആഖിറ നന്നാക്കി തരണം അല്ലാഹ് റഹ്മാനേ മരിക്കുന്ന സമയത്ത് ആഖിറ മോശമായി കാഫിറായി ചത്തുപോകേണ്ട അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ് ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഓട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെയും നീ വേദനിപ്പിക്കല്ല അല്ലാഹ് അങ്ങനെ ആർക്കെങ്കിലും വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അവർക്ക് ക്ഷമിക്കാനുള്ള സന്മനസ് നൽകണം അല്ലാഹ് അതുപോലെ ഞങ്ങളെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ അവർക്ക് നീ ഹിദായത്ത് നൽകണം അല്ലാഹ് നല്ലത് ചിന്തിക്കുവാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് നിന്റെ ഖാദിമായി പള്ളിക്ക് സേവനം ചെയ്യാനുള്ള ത്രാണിയും സന്മനസ്സും അവർക്ക് നീ നൽകണം അല്ലാഹ് റഹ്മാനി മഹല്ലത്തിൽ പല രീതിയിലുള്ളതായ ആളുകൾ പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ് റഹ്മാനി സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചവരെ നീ സാമ്പത്തികമായി സഹായിക്കണം അല്ലാഹ് ശാരീരികമായി സഹായിച്ചവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ് മാനസികമായ ആത്മീയമായ അടുപ്പം കാണിച്ചവരോടൊപ്പം സുഖലോക സുഖത്തിൽ ഒത്തൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ് അതുപോലെ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടി മുതഅല്ലിമുകൾക്ക് വേണ്ടി റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണം അല്ലാഹ് പ്രത്യേക പരിശുദ്ധ റമളാനിലെ പള്ളിയിലെ കറണ്ട് ബില്ലൊരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട് റഹ്മാനെ നീ സ്വീകരിക്കണം അല്ലാഹ് അദ്ദേഹത്തിന്റെ ജോലിയിലും കച്ചവടത്തിലും കൃഷിയിലും യാത്രയിലും മക്കളിലും കുടുംബത്തിലും നാട്ടിലും വീട്ടിലും നീ ഖൈർ നൽകണം അല്ലാഹ് ബറക്കത്ത് നൽകണം അല്ലാഹ് സന്തോഷം നൽകണം അല്ലാഹ് സമാധാനം നൽകണം അല്ലാഹ് റഹ്മാനെ അതുപോലെ പല ആളുകൾ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ് ദുശ്ചിന്തകളിൽ നിന്ന് അവരെ ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ് നാടിനും വീടിനും ദീൻ ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാഹ് കള്ളിലും കഞ്ചാവിലും എൻഡിഎമ്മിലും പെൺവാണിഭത്തിനും തുടങ്ങി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന മക്കൾ ഞങ്ങളുടെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ് അവരെ ഞങ്ങളെ ഒത്ര മോശപ്പെട്ട നീതിവൃത്തികളിൽ നിന്ന് രക്ഷിക്കണം അല്ലാഹ് അല്ലാഹുവേ നിന്റെ കാവൽ നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ആലിമീങ്ങൾ സിദ്ദീഖീങ്ങൾ മഹാന്മാർ
ഉമ്മമാർ എല്ലാ പുണ്യാത്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. കടം കൊണ്ട് വരയുന്നവർ കടം വീട്ടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. റഹ്മാനേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലിയിൽ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. അതുപോലെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ റഹ്മാനേ കഷ്ടതയിലാണ്, ദുരിതത്തിലാണ്, അവർക്ക് നീ ശമനം നൽകണം അല്ലാഹ്. അവർക്ക് സഹായ സഹകരണം കൊണ്ട് ഞങ്ങളെ മല്ലത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അവർക്ക് നീ കഴിവ് നൽകണം അല്ലാഹ്. എല്ലാ രീതിയിലുള്ളതായ സാമ്പത്തിക ശേഷി നൽകണം അല്ലാഹ്. അവരെ മാനസികമായി നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, ശാരീരികമായി നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിന് പല രീതിയിലുള്ളതായ തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, കൃഷി ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, കച്ചവടം ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും എന്ത് തരം ജോലിയാണെങ്കിലും അതിലൊക്കെ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. നിന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതിൽ നിന്ന് റഹ്മാനേ അർഹതപ്പെട്ടവരിലേക്ക് സ്വതമകൾ നൽകാൻ മറ്റുള്ളവർ കണ്ണീരൊപ്പാള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ നാനാജാതി മതങ്ങൾ, ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യനുണ്ട്, മറ്റു മതങ്ങളുണ്ട്. റഹ്മാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മത സൗഹാർദ്ദം നിലനിർത്തണം അല്ലാഹ്. ഞങ്ങളുടെ ഐക്യം നീ തകർക്കല്ല അല്ലാഹ്. അല്ലാഹുവേ സ്നേഹത്തോടെ സഹോദര്യത്തോടെ ഖിയാമത്ത് നാൾ വരെ സുഹൃത്തുക്കളായി നല്ല രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മാനേ ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങളെ കുത്തുവാക്ക് പറയുന്നവരുടെ തോന്നൽ ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് അസൂയ വെക്കുന്ന ഹാസിദിയുടെ ഹാസിദ് രക്ഷ നൽകണം അല്ലാഹ്. ശാപവാക്കുകളെ കൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കുന്ന ലാഹിനികളെ ശക്തി രക്ഷ നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് ഇല്ലാതെ ഉണ്ടാക്കുന്ന കദ്ദാബിയുടെ ആരോപണം രക്ഷ നൽകണം അല്ലാഹ്. എല്ലാ മുഹ്താബികളിൽ നിന്നും മെഹ്മാമികളിൽ നിന്നും ഗീബത്തും നമീമത്തും പരദോഷവും പറയുന്നവരുടെ രക്ഷിക്കണം അല്ലാഹ്. ഒരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ മറ്റൊരാൾക്ക് വേദനയാകുന്ന ഞങ്ങളെ നീ കിടപ്പിലാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ മക്കൾക്കും നാട്ടുകാർക്കും പ്രയാസമാകുന്ന രീതിയിൽ ഞങ്ങളെ നീ കിടപ്പിലാക്കല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലത്തിൽ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ജീവിക്കുന്ന കാലത്ത് നിന്റെ ത്വാഅത്തിലായി നിന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അതുപോലെ റഹ്മാനേ ഞങ്ങളുടെ പള്ളിക്കാടുകൾ ഉച്ചവർ ഉടയവർ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ ഭക്ഷണം നൽകിയവർ സഹായിച്ചവർ റഹ്മാനേ അങ്ങനെ ഞങ്ങൾ സഹായിച്ചവരുടെ ഭക്ഷണം നൽകിയവരുടെ കുടുംബം നഷ്ടപ്പെട്ടു പോയവർ അങ്ങനെ ഒരുപാട് ആളുകൾ പള്ളിക്കാട് നിന്ന് വിഷമം കൊള്ളുന്നുണ്ട് അല്ലാഹ്. റഹ്മാനേ അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്ത നന്മയുടെ പ്രതിഫലം എത്തിക്കണം അല്ലാഹ്. അവരുടെ ഖബറിനെ കണ്ടെത്താ ദൂരത്തോളം വിശാല നൽകണം അല്ലാഹ്. പരസ്പരം സന്തോഷത്തിലും റാഹത്തിലുമാക്കണം അല്ലാഹ്. നിന്റെ ഇഷ്ടദാസന്മാർ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണം അല്ലാഹ്. അവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊപ്പം സുബലോക സ്വർഗ്ഗത്തിൽ ഒത്തൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അവിടുത്തെ തൃക്കരങ്ങളിൽ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിന് അർഹരായ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തോടൊപ്പം ഹർഷിതനായി നിൽക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മീസാനിൽ നന്മകൾ കനം കൂട്ടണം അല്ലാഹ്. സിറാത്തിൽ മിന്നലിനെ ഇട്ടടക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഹിസാബ് നീ എളുപ്പമാക്കണം അല്ലാഹ്. സ്വർഗീയ അവകാശി അവരെ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നരകത്തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. اللهم انصرنا وانصر من نصرنا ومسجدنا وفي أهلنا يا خير الناصرين. اللهم افتح لنا وإياهم يا خير الفاتحين.